ആയുർവേദ ചികിത്സ തേടുന്ന പലരുടെയും ഒരാശങ്കയാണ് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ പഥ്യമില്ലേ എന്നുള്ളത്. പലരും ഒ പിയിൽ വന്ന് ചോദിക്കുന്നതാണ്, ഡോക്ടറെ ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ അതിന് നോൺ വെജ് ഒഴിവാക്കേണ്ടതില്ലേ എന്നുള്ളത്. ഇതുതന്നെയാണ്, ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് പലരും ആയുർവേദ മരുന്ന് കഴിക്കാൻ വിമുഖത കാണിക്കുന്നതും. എല്ലാവരുടെയും പൊതുവായുള്ള ഒരു ധാരണ എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളാണ് പഥ്യം എന്നുള്ളതാണ്. എന്നാൽ ഏതൊരു ആഹാര വിഹാരങ്ങളാണോ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് യോജിച്ച വിധത്തിലുള്ളത്, അതാണ് പഥ്യം. ഇതിനെതിരായുള്ളതാണ് അപഥ്യം. അതായത് ഭക്ഷണങ്ങളോ പ്രവൃത്തികളോ നമ്മളുടെ ശരീരത്തിൻ്റെ മനസ്സിൻ്റെ ആരോഗ്യത്തിന് എതിരായിട്ടുള്ളത്, അതായത് യോജിച്ചതല്ലാത്തത്, അതാണ് അപഥ്യം. പഥ്യവും അപഥ്യവും ഓരോ വ്യക്തിയുടെ പ്രകൃതവും രോഗവും ഉപയോഗിക്കുന്ന മരുന്നും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് മെലിഞ്ഞ ശരീരപ്രകൃതമുള്ള ആളുകൾക്ക് പുഷ്ടി കൊടുക്കുന്ന ഭക്ഷണങ്ങൾ, ഉദാഹരണത്തിന് നട്ട്സ്, ബദാം, കൂടുതൽ ഫാറ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ, നെയ്യ്, എണ്ണ മുതലായവ, അതുപോലെ തന്നെ മാംസാഹാരം എന്നിവയെല്ലാമാണ് പഥ്യങ്ങൾ. എന്നാൽ ഉപവാസം, ഭക്ഷണക്രമത്തിൽ അമിതമായ നിയന്ത്രണം, അമിതമായ വ്യായാമം, ഉറക്കമിളയ്ക്കൽ മുതലായവ അപഥ്യങ്ങളാണ്. രോഗമനുസരിച്ചുള്ള പഥ്യാപഥ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ഷയരോഗികൾക്ക് ആട്ടിൻ മാംസം പഥ്യമായ ഒരു ആഹാരമാണ്. എന്നാൽ ദഹനം അനുസരിച്ച് കഴിക്കണമെന്നേ ഉള്ളൂ. ചില സ്കിൻ ഡിസീസസിൽ, ത്വക്ക് രോഗങ്ങളിൽ പാല്, മത്സ്യം, ഉഴുന്ന്, അമിതമായ മധുര പലഹാരങ്ങൾ എന്നിവയെല്ലാം അപഥ്യങ്ങളാണ്, കഴിക്കാൻ പാടില്ലാത്തവയാണ്. ഇനി അസിഡിറ്റി പോലെയുള്ള ചില കണ്ടീഷൻസിൽ പുളിച്ച ഭക്ഷണങ്ങൾ അപഥ്യങ്ങളാണ്. അതായത് പുളിച്ച മോര്, പുളിച്ച തൈര്, പുളിച്ച മാവ് കൊണ്ടുണ്ടാക്കിയ ഇഡ്ഡലി, ദോശ, മറ്റു പലഹാരങ്ങൾ എന്നിവയെല്ലാം ഒഴിവാക്കേണ്ടവയാണ്. ചില ആയുർവേദ മരുന്നുകൾക്കുമുണ്ട് പഥ്യ അപഥ്യങ്ങൾ. അതായത് ചില ഗുഗ്ഗുലു ചേർത്ത ചില പ്രിപ്പറേഷൻസിൽ നമ്മൾ അധികമായി തണുത്ത വെള്ളം കുടിക്കുക, അമിതമായി വെയിലേൽക്കുക, എരിവ്, പുളി, എണ്ണയിൽ വറുത്ത സാധനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുക എന്നിവയെല്ലാം അപഥ്യങ്ങളാണ്. പഥ്യത്തിന്റെ പ്രാധാന്യം സൂചിപ്പിച്ചുകൊണ്ട് ആയുർവേദ ശാസ്ത്രത്തിൽ പറയുന്ന ഒരു കൊട്ടേഷനാണ്, വിന അഭി ഭേഷജേർ വ്യാധി പഥ്യാദേവ നിവർത്തതേ നതു പഥ്യവിഹീനസ്യ ഭേഷജാനാം ചതൈരഭി. അതായത് മരുന്നില്ലെങ്കിലും പഥ്യം കൊണ്ട് മാത്രം രോഗം ശമിച്ചേക്കാം, എന്നാൽ പഥ്യമില്ലാതെ എത്ര ഔഷധങ്ങൾ സേവിച്ചാലും രോഗത്തിന് ശമനമുണ്ടാകില്ല. അതുകൊണ്ട് വിദഗ്ധരായ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം പഥ്യ അപഥ്യങ്ങൾ ശരിയായ വിധത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ആയുർവേദ മരുന്നുകൾ സേവിക്കേണ്ടതാണ്.